കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2025 ചോദിച്ചിട്ടുള്ള 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദി ഫോളോയിങ് ഡാറ്റ പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രോസസ് അക്കൗണ്ട്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 50% കംപ്ലീറ്റഡ് ആണ്. ദെൻ എമൗണ്ട് യൂണിറ്റ് എത്രയാണ്? 5000 ആണ്. ദെൻ എമൗണ്ട് വന്നത് 11,240 ആണ്. ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽ 30,000, ഡയറക്റ്റ് ലേബർ 22,500, ഓവർ ഹെഡ് 22,500. ദെൻ നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രോസസ്സ് 38,000 ആണ്. യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 39,000 ആണ്. ദെൻ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 25% കംപ്ലീറ്റഡ് 4,000 ആണ്. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്തേത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ ആണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് വരയ്ക്കേണ്ടത്? ഒരു ഇൻപുട്ട് കോളം, അതേപോലെ യൂണിറ്റ്, ഔട്ട്പുട്ട് കോളം, യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് പാർട്ടിൽ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ ആണ് നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിക്കുന്നത്. ഇക്വാലൻ്റ് പ്രൊഡക്ഷനിൽ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്. ഓക്കെ, മെറ്റീരിയലിൽ പെർസെൻറ്റേജ് യൂണിറ്റ്, ലേബറിലും പെർസെൻറ്റേജ് യൂണിറ്റ്, അതേപോലെ ഓവർ ഹെഡിലും പെർസെൻറ്റേജ് യൂണിറ്റ്. ഇങ്ങനെയാണ് കോളംസ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ കോളംസ് വരണം എന്നുള്ളതാണ്. ഫസ്റ്റ് പാർട്ടിൽ ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. സെക്കൻഡ് പാർട്ടിൽ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ, മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്. ഓക്കെ, ഓരോന്നിനും പെർസെൻറ്റേജും യൂണിറ്റ് കോളവും കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇൻപുട്ടിൽ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുള്ളത് എത്രയാണ്? 5,000 ആണ്. അതേപോലെ ഇൻപുട്ടിൽ കാണിക്കുന്നത് മറ്റൊന്നെന്താണ്? ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. ഓക്കെ, അതായത് ഇവിടെ ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ്? യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി പ്രോസസ് എന്ന് പറഞ്ഞിട്ട് 38,000 തന്നിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് യൂണിറ്റ് ഇൻപുട്ട് കോളത്തിൽ കാണിക്കുന്നത്. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും ഇൻട്രൊഡ്യൂസ്ഡും രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 43,000 എന്ന് കിട്ടും. ദെൻ ഔട്ട്പുട്ട് കോളത്തിൽ നമ്മൾ കാണിക്കുന്ന ആദ്യം ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിനെ കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് ആണ് കാണിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് 38,000 ആയിരുന്നു. പക്ഷേ ഇവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞത് അന്ന് എത്രയാണ്? 39,000 ആണ്. ഓക്കെ, ടോട്ടൽ 39,000 ആണ് കംപ്ലീറ്റഡ് തന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് എന്നതിൽ കാണിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന 39,000 കംപ്ലീറ്റഡ് എന്നതിൽ 39,000 നിന്നും നമ്മൾ ഓൾറെഡി എന്ത് കാണിച്ചിട്ടുണ്ട്? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 5,000 കാണിച്ചിട്ടുണ്ട്. ഈ 5,000നെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 39,000 നിന്നും 5,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 34,000 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് എന്നും പറഞ്ഞ് കാണിക്കേണ്ടത്. അതായത് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിൽ ഓൾറെഡി നമ്മൾ 5,000 കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 34,000, അതായത് മൊത്തം കംപ്ലീറ്റഡ് 39 ആണ്. അതിൽ നിന്നും 5,000നെ കുറച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് എന്നതിൽ കാണിക്കുന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് 34,000 കിട്ടും. ഓക്കെ, ദെൻ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 4,000 ആണ്. അപ്പോൾ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 4,000 കാണിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഔട്ട്പുട്ട് കോളത്തിൻ്റെത് വരുന്നത്. ഓക്കെ അല്ലേ? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ള 5,000 കാണിച്ചു. ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് കാണിക്കുമ്പോൾ കംപ്ലീറ്റഡ് ക്വസ്റ്റ്യനിൽ തന്നത് 39 ആണ്. അതിൽ നിന്നും ഓപ്പണിങ്ങിനെ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 34,000 കിട്ടും. ക്ലോസിംഗ് 4,000 ആണ് ഓൾറെഡി തന്നത്. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് അങ്ങനെയും കാണിക്കുന്നു. ഇനി ഇക്വാലൻ്റ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്. അതിൽ മെറ്റീരിയൽ എന്നതിൽ നമ്മൾ കാണിക്കുന്നു ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കേസിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എത്രയാണ്? 50% കംപ്ലീറ്റഡ് ആണ്. ഇപ്പോൾ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത് എന്താണ്? കംപ്ലീറ്റഡ് അല്ലാത്ത പോർഷനെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്ന സിസ്റ്റമാണ്. ഇപ്പോൾ 50% കംപ്ലീറ്റഡ് ആണ്. 50% എന്താണ്? നോട്ട് കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ആണ്. ഇപ്പോൾ ഇൻകംപ്ലീറ്റഡിനെ
കംപ്ലീറ്റഡ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 50% ഇൻകംപ്ലീറ്റഡിനെ നമ്മൾ കംപ്ലീറ്റഡ് ആയി കാണിക്കുന്നു. അതായത് 5000ൻ്റെ 50% എന്ന് പറയുമ്പോൾ 2500. അപ്പോൾ അത് മെറ്റീരിയലിലും അതേപോലെ ലേബറിലും ഓവർ ഹെഡിലും മൂന്നിലും അതേപോലെ 50% ആണ് മൂന്നിലും വരുന്നത്. അതിനെ കാണിക്കും 50% 2500 എന്നുള്ള നിലക്ക്. ഇനി ഇൻട്രൊഡ്യൂസർ ആൻഡ് കംപ്ലീറ്റഡിൻ്റെ കേസിൽ എന്താണ് 100% കംപ്ലീറ്റഡ് ആയിരിക്കും. 34,000 ആണ്. അപ്പോൾ എല്ലാ മെറ്റീരിയൽ ലേബർ ഓവർ ഹെഡ് മൂന്നിലും 100% കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ മൂന്നിൽ കംപ്ലീറ്റഡ് ആണ്. ഇനി ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് കാണിക്കുമ്പോൾ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 4000 ആണ് തന്നത്. ഇവിടെ കംപ്ലീറ്റഡ് കാണിച്ചത് എത്രയാണ്? ഇവിടെ കംപ്ലീറ്റഡ് കാണിച്ചത് 25% ആണ്. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണോ കംപ്ലീറ്റഡ് വരുന്നത് ആ കംപ്ലീറ്റഡ് പോർഷൻ ആണ് കാണിക്കുന്നത്. ഇവിടെ 25% ആണ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇപ്പോൾ 25% എന്ന് പറയുന്നത് 4000ൻ്റെ 25% എന്ന് പറഞ്ഞാൽ എത്ര വരും? 1000 വരും. ഇപ്പോൾ എല്ലാത്തിലും എത്ര വരും? 1000 വരും. ഇനി ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഇവിടെ ഇൻപുട്ടിൻ്റെ കോളം 43,000 കിട്ടി, അതേപോലെ ഔട്ട്പുട്ടിൻ്റെ കോളവും 43,000 കിട്ടും. ഇനി മെറ്റീരിയലിൻ്റെ കോളം 37,500, ലേബർ 37,500, ഓവർ ഹെഡ് 37,500 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് നമ്മളോട് പറഞ്ഞതെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ കാണിക്കേണ്ടത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, ഇക്വാലൻ്റ് യൂണിറ്റ്, കോസ്റ്റ് പെർ യൂണിറ്റ്, ഇത്രയും കോളംസ് ആണ്. ആദ്യം എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. കോസ്റ്റ്, മെറ്റീരിയലിൻ്റെ കോസ്റ്റ് തന്നത് എത്രയാണ്? ക്വസ്റ്റ്യനിൽ 30,000 ആണ്. അതേപോലെ ലേബറിൻ്റെ 22,500 ആണ്. ഓവർ ഹെഡ് 22,500 ആണ്. അപ്പോൾ തന്നിട്ടുള്ള കോസ്റ്റിനെ നമ്മൾ അവിടെ കാണിക്കുന്നു. ഇനി ഇക്വാലൻ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വരച്ച സ്റ്റേറ്റ്മെൻറ്റിൽ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടിയ ടോട്ടലാണ്. മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ഇതിൻ്റെ ടോട്ടലാണ് നമ്മളിവിടെ ഇക്വാലൻ്റ് യൂണിറ്റ്സിൽ കാണിക്കുന്നത്. 37,500, 37,500 മൂന്നിലും വരും. ഓക്കെ, ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇത് എന്ത് ചെയ്യണം? 30,000 ഡിവൈഡഡ് ബൈ 37,500. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.80 എന്ന് കിട്ടും. ഓക്കെ, 0.80. ഇനി 22,500 ഡിവൈഡഡ് ബൈ 37,500 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 0.60 എന്ന് കിട്ടും. അടുത്ത 22,500 ഡിവൈഡ് ബൈ 37,500 എത്രയാണ്? 0.60. അങ്ങനെ ടോട്ടൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് കിട്ടും ഈ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ ഇത് കണ്ടെത്താനാണ്, ഈ ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്താനാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് വരയ്ക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എത്രയാണോ കോസ്റ്റ് അത് ഡിവൈഡഡ് ബൈ എത്രയാണോ ഇക്വാലൻ്റ് യൂണിറ്റ്സ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആണ്. ഇത് നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ജസ്റ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആണ്. ഇതിൽ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് അതിൽ 2500 ആണ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് വരുന്നത്. ഇൻറ്റു 0.80 ആണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ 2000 കിട്ടും. ഇനി ലേബറിൻ്റെ 2500 ഇൻറ്റു 0.60 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇപ്പോൾ 1500. ഇനി ഓവർ ഹെഡ് 2500 ഇൻറ്റു 0.60 1500. ടോട്ടൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് 5000 എന്ന് കിട്ടും. ഇനി ഇൻട്രൊഡ്യൂസർ ആൻഡ് കംപ്ലീറ്റഡിൽ 34,000 ആയിരുന്നു. ഇൻറ്റു ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഇതിന് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് സെപ്പറേറ്റ് കാണിച്ചുകൊണ്ടും ചെയ്യാം. അങ്ങനെ ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. 68,000 എന്ന് കിട്ടും. ഇനി ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 1000 ആയിരുന്നു വരുന്നത് മെറ്റീരിയലും, ലേബറിലും, ഓവർ ഹെഡും. അതിനെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 800 1000 ഇൻറ്റു 0.80 800 1000 ഇൻറ്റു 0.60 600 പിന്നെയും 600 വരും. ലേബറിലും ഓവർ ഹെഡിലും രണ്ടിലും 600 കിട്ടും. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് കോളം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75,000 എന്ന് കിട്ടും. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുന്നു. പ്രോസസ് അക്കൗണ്ട് നമുക്കറിയാം ഒരു ഡെബിറ്റ് അതേപോലെ ക്രെഡിറ്റ് കോളമാണ്. ഡെബിറ്റിൽ പെർട്ടിക്കുലേഴ്സ് യൂണിറ്റ് റുപ്പീസ്, അതേപോലെ ക്രെഡിറ്റിലും പെർട്ടിക്കുലേഴ്സ് യൂണിറ്റ് റുപ്പീസ് എന്നുള്ളതാണ് പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡെബിറ്റിൽ കാണിക്കുന്നത് എക്സ്പെൻസുകളെയാണ് കാണിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് കാണിക്കണം. ഇപ്പോൾ ക്ലോസിംഗ് കാണിക്കുക എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 5000 യൂണിറ്റ് ആണ്.
അതിൻ്റെ എമൗണ്ട് ക്വസ്റ്റനിൽ തന്നത് 11,240 ആണ്. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ 38,000 ആയിരുന്നു, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് തന്നത് ക്വസ്റ്റനിൽ 30,000 ആണ്. ഡയറക്റ്റ് ലേബർ തന്നത് 22,500 ആണ്. ഓവർ ഹെഡ് തന്നത് 22,500 ആണ്. ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള വാല്യൂസ് ആണ്. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള വാല്യൂസ് ആണ്. ഇവിടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതേപോലെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് ഓവർ ഹെഡ്, ഡയറക്റ്റ് ലേബർ, ഓവർ ഹെഡ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റനിൽ തന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ബൈ ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് ആണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ക്വസ്റ്റനിൽ തന്നതാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിറ്റിൽ 39,000. ഇനി എമൗണ്ട് നമ്മൾ ബാലൻസിങ് ഫിഗർ ആണ് ഇതിൻ്റെത് കിട്ടുന്നത്. അത് നെക്സ്റ്റ് നമ്മൾ ബൈ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയായിരുന്നു? 4,000 ആയിരുന്നു. ഇതിൻ്റെ എമൗണ്ട് 2,000 ആണ്. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? 2,000 കിട്ടുന്നത് നമ്മുടെ തൊട്ട് മുമ്പ് വരച്ച, ഇതിനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറയും. തൊട്ട് മുമ്പ് വരച്ച ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയായിരുന്നു? 2,000 ആയിരുന്നു. ആ 2,000നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഈ 2,000നെയാണ് നമ്മളവിടെ എമൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. 4,000, 2,000. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ടോട്ടൽ ചെയ്യുന്നു. ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 86,240 എന്ന് കിട്ടും. ഇതേ എമൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും കൊടുക്കുന്നു. എന്നിട്ട് ഇതിൽ നിന്നും 2,000 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് 84,240 എന്ന് കിട്ടും. അതാണ് ബൈ ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്നതിൻ്റെ എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഒരു എസ്എ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, പാരഗ്രാഫ് ലെവലിൽ ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.